അന്നും ഫാദർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം സൗണ്ട് ഫുള്ളായിട്ട് പോയപ്പോൾ ഇത് ബയോപ്സി എടുക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സർജിക്കലി ചെയ്യണോ? ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ് സർജിക്കലി റിമൂവ് ചെയ്യണം, എന്നിട്ട് ബയോപ്സിക്ക് അയക്കണമെന്നായിരുന്നു. പിന്നെ രണ്ടാമത് വേറൊരു ഡോക്ടറിനെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു സർജറി ഒന്നും ചെയ്യേണ്ട, നമുക്ക് വേറൊരു ബയോപ്സി ആദ്യം തന്നെ എടുക്കാം. ഇതിനൊന്നും എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തപ്പോഴാണ് നമുക്ക് മാതാവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിക്കാമെന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ആസ്റ്റർ എന്ന ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത്. ബയോപ്സി എടുത്തു. ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്. ബയോപ്സി എടുത്തതിന് ശേഷം പറഞ്ഞു ക്യാൻസറാണ്. ഉടനെ തന്നെ നമുക്ക് റേഡിയേഷനും കീമോഗ്രാഫിയും വേണമെന്ന് പറഞ്ഞു, കീമോതെറാപ്പിയും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം പേടിച്ചു. കാര്യം ഡാഡിക്ക് 78 ഇയേഴ്സാണ്. ഇത് രണ്ടും കൂടിയും താങ്ങാനുള്ളൊരു കപ്പാസിറ്റി, ആരോഗ്യമുണ്ടോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഉടമ്പടി തൈലം പൂശുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പിന്നെ രണ്ടാമത് ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് കീമോതെറാപ്പിയുടെ ആവശ്യമില്ല, റേഡിയേഷൻ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ മാതാവേ എത്രയും പെട്ടെന്ന് റേഡിയേഷനിൽ മാത്രം പെട്ടെന്ന് തീർന്നു പോകണമേ എന്നുള്ളതായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ 20 സൈക്കിൾസ് ഓഫ് റേഡിയേഷൻ ചെയ്തു. ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ സൗണ്ട് പോവും, വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മാസം കൊണ്ട്, ഈ റേഡിയേഷൻ ചെയ്ത് ഒരു മാസം കൊണ്ട് ഡാഡിക്ക് സൗണ്ട് തിരിച്ചു കിട്ടി. ഇപ്പോൾ ക്ലോസ് ടു നോർമലാണ്. ഫുഡ് കഴിക്കാൻ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ത്രൂ ഔട്ട്, അതിനു മുമ്പ് ഞാൻ വന്ന് ഇവിടെ വന്ന് ഒരു ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്ത് ഈ ഉടമ്പടി തൈലമുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ഡാഡിയുടെ മേലിൽ ഇത് കുരിശ് വരയ്ക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മേലിലും എല്ലായിടത്തും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം കാരണമാണ് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും റിക്കവറി സംഭവിച്ചത്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് പോയി മറ്റേ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഡോസ്കോപ്പിയിൽ എല്ലാം ഹീൽഡാണ്. ഇനി ഓരോ 3 മാസം വന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു.